ഹൈബ്രിഡ് തെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായി കണ്ടത് മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഇൻഡസ്ട്രി എത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഏത് ഇൻഡസ്ട്രി ആയിരുന്നാലും വളരുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അനവധി കാര്യങ്ങളുണ്ട്. ആരും പറഞ്ഞു തരാത്ത പല കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക, അത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഉണ്ടാകുന്നത് ട്രെയിനേഴ്സിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാകുന്ന പല ക്ലയൻസിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ഒരു ജിമ്മിൽ ട്രെയിനറായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ക്ലോസ് കോൺടാക്റ്റ് ഉണ്ടാകും. ഒരു ജിമ്മിൻ്റെ ഓണറിന് അതുപോലെ ഉണ്ടാകണമെന്നില്ല. ട്രെയിനേഴ്സിനായിരിക്കും കൂടുതൽ ക്ലയൻസിൻ്റെ അടുത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. കാരണം എല്ലാ ദിവസവും അവരുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരുമായിട്ട് കുറച്ച് ഇടപെടുന്നതും ഒക്കെ ട്രെയിനേഴ്സാണ്. അപ്പോൾ അവർക്ക് വൈഡ് റേഞ്ച് ഓഫ് പീപ്പിൾസിന് കോണ്ടാക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇവർ ഇത് പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ലേഡീസ് പല പ്രായക്കാരായിട്ടുള്ള ലേഡീസ് ജിമ്മിൽ വരാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഒരുപാട് ജിമ്മിൽ ഒരു ട്രെയിനർ എന്നല്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധത്തിലോട്ട് പോവുകയും അങ്ങനെയുള്ള പല ഇഷ്യൂസും നമ്മൾ ജിമ്മിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് ഇഷ്യൂസ് ആണെങ്കിലും ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങളെ സ്വന്തമായിട്ട് കെയർ ചെയ്യുക. നമ്മുടെ സൊസൈറ്റിയിലും ഈ ഇഷ്യൂസ് പല രീതിയിലുള്ളതാണ്. അപ്പോൾ ജിമ്മിനകത്തും ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ജിമ്മിലും ഇതുപോലത്തെ ഒരു ഇഷ്യൂസ് കഴിഞ്ഞ ഇടയ്ക്കുണ്ടായി. ഒരു പുതിയതായിട്ടൊരു ട്രെയിനറിനെ എടുത്തായിരുന്നു. അപ്പോൾ ആളുടെ പേര് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം അത്രയ്ക്ക് എനിക്ക് ആളെ ദ്രോഹിക്കണമെന്നില്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാലും ഇതൊരു പബ്ലിക് അവയർനെസ് ആയിട്ട് എല്ലാവരിലും അറിയുക. ഇവിടെ ആദ്യമേ വന്നപ്പോഴേ ഭയങ്കര പഞ്ചപാവത്തെ പോലെയൊക്കെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പാവമായിട്ട് പെരുമാറുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്യുക. അവർ കൂടുതലും ഫ്രോഡായിരിക്കാനാണ് ചാൻസ്. പാവമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ, പാവമായിട്ടുള്ള ആൾക്കാരല്ല, പാവമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഭയങ്കര ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഒരു ട്രെയിനറിനെ എടുത്താലും ഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അവർക്ക് ചിലപ്പോൾ നമ്മുടെ അത്രയും അറിവുണ്ടാകണമെന്നില്ല, ലോകത്തിലെല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും അറിയണമെന്നില്ല. പക്ഷേ ഞാൻ ട്രെയിനറായിട്ട് എടുക്കുമ്പോൾ ഒരു വ്യക്തിൻ്റെ അടുത്ത് പറയാറുള്ളത്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ആ രീതിയിൽ ചെയ്യിപ്പിക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ പല ജിമ്മുകളിലും പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നത് ജനറൽ ട്രെയിനിങ് പോലെയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ളവർക്ക് പേഴ്സണൽ ട്രെയിനിങ് എന്താണെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയങ്ങൾ പലയിടത്തും പല രീതിയിലും ഉണ്ടാകുന്നത്. നമ്മളൊരു പേഴ്സണൽ ട്രെയിനിങ് എന്താണെന്ന് ആദ്യം ജനറൽ അവയർനെസ് കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ ഇവിടെ മെയിനായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പേഴ്സണൽ ട്രെയിനിങ് എടുക്കാനുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു ജിമ്മിൽ പോയിട്ട് ആ ജിമ്മിൻ്റെ ഓണറായിട്ട് തന്നെ ആദ്യമേ ഈ പേഴ്സണൽ ട്രെയിനിങ്ങിനെ കുറിച്ച് സംസാരിക്കുക. ഓണർ സജസ്റ്റ് ചെയ്യുന്ന ട്രെയിനറിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ട്രെയിനിങ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പേയ്മെൻറ്റ് ട്രെയിനറിൻ്റെ അടുത്തല്ല, ഓണറിൻ്റെ അടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരാളുടെ ഗ്യാരൻറ്റിയും കൂടി അവിടെ ഉണ്ടാവുകയാണ്. ഞാൻ എൻ്റെ ജിമ്മിലെ ട്രെയിനേഴ്സിൻ്റെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു ക്ലയൻറ്റിൽ നിന്നും പേയ്മെൻറ്റ് ഡയറക്റ്റ് വാങ്ങിക്കരുത്. അതുപോലെ ഇവൻ്റെ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആൾ കാണിക്കുന്നത് വളരെ തെമ്മാടിത്തരമായിരുന്നു. അത് അവൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു, അത് പറഞ്ഞ് ഇറക്കി വിടുകയായിരുന്നു ചെയ്തത്. പല ആൾക്കാരുടെ നിന്നും മുൻകൂട്ടി അഡ്വാൻസ് എന്നൊക്കെ രീതിയിൽ പല പേയ്മെൻറ്റും മുൻകൂട്ടി വാങ്ങിച്ചിട്ടൊക്കെ ഉള്ളതായിട്ട് ഇവനെ ഇറക്കി വിട്ടതിന് ശേഷമൊക്കെയാണ് ഞാൻ അറിഞ്ഞു തുടങ്ങി. ഇവനെ ഇറക്കി വിടാൻ കാരണം പലതാണ്. ഇതുപോലത്തെ ഒരു പയ്യനെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വാ തുറക്കുന്നത് കള്ളം പറയാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പയ്യനാണത്. അവൻ ഏൽപ്പിക്കുന്ന ഒരു ഡ്യൂട്ടിയും കറക്റ്റായിട്ട് ചെയ്യാറില്ല. അവൻ്റെ ഇഷ്ടത്തിന് വരും, അവൻ്റെ ഇഷ്ടത്തിന് പോകും. അതുപോലെ തന്നെ അവന് തോന്നുന്ന പോലെയാണ് എല്ലാം. 2 മാസം അവനെ നിർത്തി നോക്കിയപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി, അതോടെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അവന് കൂടുതൽ നാൾ നിർത്തിയിരുന്നെങ്കിൽ ഒരു സ്ഥാപനം തന്നെ അടച്ചു പൂട്ടിക്കാനുള്ള എല്ലാവിധ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പേഴ്സണൽ ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഓണറുമായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ഇടപാട് നടത്തുക. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ വരുന്ന ട്രെയിനർ, എല്ലാ പേഴ്സണൽ ട്രെയിനിങ് അക്കാഡമിയിൽ പേഴ്സണൽ ട്രെയിനിങ് പഠിപ്പിക്കുമ്പോൾ ആദ്യം ഒരു ക്ലയൻറ്റ് ആദ്യമായിട്ട് ഒരു ക്ലയൻറ്റിൽ നിന്ന് എടുക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കുവാണ്. അതൊരു ഫോം ഫില്ല് ചെയ്യുന്ന പോലെ ഒരാളെ അറിയാനായിട്ട് അയാളുടെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പാർക്യൂ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫിറ്റ്നസ് അസസ്മെൻറ്റ് ടെസ്റ്റാണ്. ഇത് ഒരാളുടെ ഫിസിക്കൽ എബിലിറ്റീസ് പോസിറ്റീവാകട്ടെ നെഗറ്റീവാകട്ടെ അത് തിരിച്ചറിയാനായിട്ട് സയൻറ്റിഫിക്കലി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഒരു 5-6 ടെസ്റ്റ് വരും. അത് പലയിടത്തും പല രീതിയിലാണ്. അത് മസ്റ്റായിട്ടും എടുക്കേണ്ട കാര്യമാണ്. കാരണം ഒരാളുടെ ലോക്കൽ മസ്കുലാർ എൻഡ്യൂറൻസിൻ്റെ ടെസ്റ്റ്, കാർഡിയോ വാസ്കുലാർ എൻഡ്യൂറൻസിൻ്റെ ടെസ്റ്റ്, അയാളുടെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ അറിയണം. ഇതൊക്കെ മനസ്സിലായാലേ നമുക്ക് ഒരാൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് വർക്കൗട്ട് ചാർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഡയറ്റ് ചാർട്ട് ചെയ്യണമെങ്കിൽ ഇതൊക്കെ അറിയണം. നമ്മൾ അവരുടെ ഫുഡ് ഹാബിറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്ക് അതിനനുസരിച്ച് അവർക്കൊരു ഡയറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അവരുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഹെൽത്തി ആക്കാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത് BCA മെഷീൻ എല്ലാ ജിമ്മിലും ഉണ്ടാകണമെന്നില്ല. എന്നാലും BCA ചെക്ക് ചെയ്ത് തന്നെ ഒരു ക്ലയൻറ്റിനെ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യിപ്പിക്കണമെന്ന് അഭിപ്രായം പറയുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ എടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കിയിട്ട് ഒരാൾക്ക് വേണ്ടി വർക്കൗട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു 2 months വർക്കൗട്ട് ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് എഫക്റ്റീവ് ആകാനായിട്ടുള്ള ചാൻസ് 90 above ആണ്. 90 above% അയാൾക്ക് ഒരു ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ആവും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ട്രെയിനർ മാത്രം കുറ്റം പറയാൻ പാടില്ല. ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ടാകാറുണ്ട്. ഒരു ട്രെയിനർ ഇതൊക്കെ നോക്കി ഡയറ്റും അതുപോലെ തന്നെ പല ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൊടുത്താലും മിക്കവരും ഇത് പാലിക്കാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ പാലിച്ചാലേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫിറ്റ്നസ്സും മെഡിക്കൽ ഹെൽത്തും ഒക്കെ ഹെൽത്തി ആവുകയുള്ളൂ. ഇതൊന്നും നോക്കാതെ ട്രെയിനറിനെയും ജിമ്മിനെയും കുറ്റം പറയുന്ന ക്ലയൻസും. പക്ഷേ എൻ്റെ ജിമ്മിൽ അത് വില പോകില്ല. അത് എൻ്റെ ട്രെയിനേഴ്സിൻ്റെ അടുത്തും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും ഇത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പയ്യന് ഇതൊന്നും ചെക്ക് ചെയ്യാൻ താല്പര്യവുമില്ല, പറഞ്ഞാലും കേൾക്കാറില്ല. ഇവൻ ചെയ്യുന്ന പരിപാടി വന്ന് ജിമ്മിൽ വന്നിട്ട് മറ്റ് ട്രെയിനേഴ്സിനെ കുറിച്ച് റൂമേഴ്സ് ഉണ്ടാക്കുക, ജിമ്മിനെ കുറിച്ച് റൂമേഴ്സ് ഉണ്ടാക്കുക, ജിമ്മിൻ്റെ ഓണറിനെ കുറിച്ച് റൂമേഴ്സ് ഉണ്ടാക്കുക, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ അടുത്ത് വിടക്കിലാക്കി സ്വന്തമാക്കുക എന്നൊക്കെ പറയില്ല. ആ ഒരു രീതിയാണ്. ഇവൻ മാത്രം നല്ലത്, ബാക്കിയുള്ളവരെ കുറിച്ച് എല്ലാവരെയും മോശമായിട്ട് പറഞ്ഞുണ്ടാക്കിയിട്ട് ഇവൻ വലിയ ആളെന്നുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്തും കയറി പെരുമാറുക. നേരത്തെ നോട്ടീസ് ചെയ്തിട്ട് ഉള്ള കാര്യമാണ്. പല പ്രാവശ്യമായിട്ട് വാണിംഗ് കൊടുത്തു. തീരെ പറ്റാതെ വന്നപ്പോൾ ഇറക്കി വിട്ടതാണ്. അടി കൊടുത്ത് ഇറക്കി വിടേണ്ട കേസായിരുന്നു. പിന്നെ നമ്മുടെ ഒരു മാന്യത, നമ്മളങ്ങനെയൊന്നും പോകുന്ന കൂട്ടത്തിലല്ല. നമുക്ക് ബിസിനസ്സാണ് മെയിൻ, വരുന്ന ആൾക്കാരുടെ ഹെൽത്താണ് മെയിൻ. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പ്രയോറിറ്റി കൂടുതലും കൊടുക്കുന്നത്. അതുകൊണ്ട് അവന് മാന്യമായിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിടുകയാണ്. എന്നാൽ പോലും ഇവൻ കുറച്ച് ക്ലയൻസിനെ ചാക്കിലാക്കി എന്തൊക്കെയാണ് പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് ഏകദേശം ഊഹമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവൻ വേറെ ജിമ്മിൽ കൊണ്ടുപോയി പേഴ്സണൽ ട്രെയിനിങ് എടുപ്പിക്കുകയാണ്. നമ്മുടെ ജിമ്മിൽ ഒരു ട്രെയിനറിനെ കൊടുക്കുമ്പോൾ അവർക്ക് ക്ലയൻസിൻ്റെ അടുത്ത് ഫുള്ള് ആക്സസ് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് കയറി നിൽക്കുന്നത് ചീപ്പാണ്. അങ്ങനെ ചെയ്യുന്ന ഓണേഴ്സുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനറിന് ഒരു റെസ്പെക്റ്റ് എപ്പോഴും കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു ട്രെയിനർ ചെയ്യിപ്പിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മാറ്റി നിർത്തി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യിക്കുക. അല്ലാതെ ഒരു ക്ലയൻറ്റും ട്രെയിനറും തമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നത് അതൊരു ശരിയായിട്ടുള്ളൊരു രീതിയല്ല. അത് ആ ഒരു ട്രെയിനറിന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്നതും അതുപോലെ തന്നെ ഒരു ക്ലയൻറ്റിന് ആ ട്രെയിനറിൻ്റെ അടുത്തുള്ള വിശ്വാസം കുറയുന്നതുമായിട്ടുള്ള രീതിയാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. പക്ഷേ മാറ്റി നിർത്തി കാര്യങ്ങൾ പറയും. ഈ ചെയ്യിപ്പിച്ചാൽ ഇന്ന തെറ്റുണ്ട്, അതിനി അടുത്ത പ്രാവശ്യം തൊട്ട് ക്ലിയർ ചെയ്യണം. ഈ പയ്യൻ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാലും അവൻ ഒരിക്കലും ഒന്നും കറക്റ്റായിട്ട് ചെയ്യാറില്ല. അവൻ എങ്ങനെ ഒരു ട്രെയിനർ ആയെന്നത് പോലും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അത് എന്ത് പറയണമെന്നറിയില്ല, അങ്ങനത്തെ ഒരു പയ്യൻ. അതുകൊണ്ട് ഈ പയ്യനോ അല്ലെങ്കിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന ആരെങ്കിലുമോ നിങ്ങൾക്ക് ചുറ്റിനോ ട്രെയിനറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് പാലിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ ഒരു ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിൽ ഫീസ് കൊടുക്കുന്നത്, ആ ജിമ്മിൽ ഫീസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ജനറലായിട്ടുള്ള എന്ത് ട്രെയിനിങ്ങും പറഞ്ഞു തരാനും ചെയ്ത് കാണിക്കാനും ഒരു ട്രെയിനർ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അത് മസ്റ്റായിട്ടും കാണിക്കണം. പക്ഷേ പേഴ്സണൽ ട്രെയിനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ പാർക്യൂ അതുപോലെ തന്നെ ഫിറ്റ്നസ് അസസ്മെൻറ്റ് BCA ഇതൊക്കെ ചെയ്ത് നോക്കി അത് വെച്ച് ഒരു പേഴ്സണലൈസ്ഡായിട്ട് വർക്കൗട്ട് ഉണ്ടാക്കി ഡയറ്റും ഉണ്ടാക്കി നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്ന ഒരാളാണ് പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുന്നത്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് വെയിറ്റ് ഊരി തരാനും വെയിറ്റ് ഇട്ട് തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും പേഴ്സണൽ ട്രെയിനർ ആവില്ല. അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ട്രെയിനിങ്ങിനായാലും മറ്റെന്തിനായാലും തൊട്ടും തള്ളോടിയൊന്നും ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. മാന്യമായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് ട്രെയിനർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ട്രെയിനർ നിങ്ങൾക്ക് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും
അനുവദിച്ചു കൊടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത് എത്തിക്കലല്ല, അൺഎത്തിക്കലായിട്ടുള്ളൊരു പരിപാടിയാണ്. നമുക്ക് എക്സസൈസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം ഒരാൾക്ക്, അത് കറക്റ്റ് ചെയ്ത് തരാം, അതിൻ്റെ ആംഗിളും പോസ്റ്ററും ഒക്കെ പറഞ്ഞു തരാം. അതാണ് ഒരു ട്രെയിനർ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് അവിടെ സ്ട്രെച്ച് ചെയ്ത് തരാം, ഇവിടെ സ്ട്രെച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പിടിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നോ എന്ന് തന്നെ പറയുക, പ്രത്യേകിച്ച് ലേഡീസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ട്രെയിനേഴ്സിനെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികമായിട്ട് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ ഒരു ഹെൽത്തിലൊരു ഇഞ്ചറി വന്നാലോ ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് നമ്മൾ ഹെൽത്ത് ശരിയാവാനായിട്ടാണ് ഒരു ജിമ്മിൽ പോകുന്നത്. അപ്പോൾ ആ ഒരു ജിമ്മിൽ നിങ്ങൾക്ക് ഒരു മോശം അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ജിമ്മിൽ വരുന്ന എല്ലാ ക്ലയൻസിൻ്റെയും BCA പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന എല്ലാവർക്കും നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ടൈം എടുക്കുന്ന കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ പൈസ ഒരാളുടെ ഇത് വാങ്ങിക്കുന്നത്. BCA എടുത്ത് കൊടുക്കാറുണ്ട്, പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരുടെ നിന്ന് ഫിറ്റ്നസ് അസസ്മെൻറ്റ് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ പാർക്യൂ എടുത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട് ഉണ്ടാക്കിയാണ് ക്ലയൻസിനെ ചെയ്യിപ്പിക്കുന്നത്. അല്ലാത്ത ട്രെയിനേഴ്സിനെ ഞാൻ വളരെയധികം നല്ല രീതിയിൽ വാൺ ചെയ്യുകയും തീരെ പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾക്കാരെ ഫയറപ്പ് ചെയ്യുകയും തന്നെ ചെയ്യും. അതിനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അൺഎത്തിക്കലായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാനും ഒരുപാട് വർഷം ഒരു ട്രെയിനറായിട്ട് നിന്ന ഒരാളാണ്. പഠിച്ചതിന് ശേഷം ഇത് എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അത് എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ആവശ്യകതയുണ്ട്, അതിലൂടെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് മറ്റുള്ളവരെ ഇങ്ങനെ ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങൾ പോകുന്ന ജിമ്മിലും ഇത് തിരക്കുക. സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ട്രെയിനറാണെങ്കിൽ ഈ ഒരു പറഞ്ഞ രീതിക്ക് അനുസരിച്ച് ഒരാൾ പേഴ്സണൽ ട്രെയിനിങ് എടുക്കുകയുള്ളൂ. അങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു ജിമ്മിൽ പോയി ട്രെയിനിങ് ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ എന്തിനാണ് ട്രെയിൻ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. ഒരു ട്രെയിനർ പറയും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുമ്പോൾ അത് ലോസ് ആകുന്നത് ഫാറ്റാണോ മസിലാണോ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളൊരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യാനും മസിൽ ബിൽഡ് ചെയ്യാനുമാണ്. അപ്പോൾ വെയിറ്റ് കുറയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇനഫ് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. അത് ട്രെയിനർ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തരുമ്പോഴേ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ആവുകയുള്ളൂ, ഫാറ്റ് ലോസ് ആവുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് BCAയിലൂടെ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂസ് മിക്ക ആൾക്കാർക്കും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം 2 months അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2 months കഴിയുമ്പോൾ നിങ്ങൾ അറിയണം നിങ്ങൾക്ക് എത്ര ഇഞ്ച് ഫ്ലെക്സിബിലിറ്റി കൂടിയിട്ടുണ്ടെന്നുള്ളത്. അത് ഈ അസസ്മെൻറ്റ് ടെസ്റ്റ് എടുത്ത് വെച്ചാലേ അറിയാം. അത് ഒരു ട്രെയിനറിനും അറിയാൻ പറ്റും, ക്ലയൻറ്റിനും അറിയാൻ പറ്റും. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിട്ട് പുതിയൊരു ട്രെയിനറിനെ കണ്ടെത്തി നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോയി ട്രെയിനിങ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ട്രെയിനർ വാങ്ങിക്കേണ്ട പേയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ എക്സ്പീരിയൻസ്, അയാൾ പഠിച്ച അക്കാഡമി, ആ രീതികളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. എത്രമാത്രം എക്സ്പീരിയൻസ് ആകുന്നു അതിനനുസരിച്ച് നമുക്കൊരു പേഴ്സണൽ ട്രെയിനറിനെ പേയ്മെൻറ്റ് ചെയ്യാൻ അയാൾക്ക് ചോദിച്ച് വാങ്ങിക്കാനുള്ള അധികാരമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസാണ് അവരുടെ അതുപോലെ തന്നെ നോളജുമാണ് അവർ പേയ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. അത് കൊടുക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. പക്ഷേ റിസൾട്ട് ഉണ്ടാകുന്നു എന്ന് നിങ്ങളൊരു 2 months ഉറപ്പ് വരുത്തണം. കാരണം നിങ്ങൾ പറയണം 2 months കഴിയുമ്പോൾ അതിൻ്റെ അസസ്മെൻറ്റ് എടുക്കുക, BCA എടുക്കുക, നിങ്ങളും ചെക്ക് ചെയ്യുക, ട്രെയിനറും ചെക്ക് ചെയ്യുക. ഒരു മാറ്റം വന്നിട്ടില്ല, നെഗറ്റീവാണ് റിസൾട്ട് എങ്കിൽ ചോദിക്കുക എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിരിപ്പോണ്ടാണിത് മാറാത്തതെന്നുണ്ടെങ്കിൽ ട്രെയിനറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ട്രെയിനർ വർക്കൗട്ട് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറൊരു ഫിറ്റ്നസ് എക്സ്പെർട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലും പലയിടത്തുമുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഇത് കാണിച്ചിട്ട് ചോദിക്കുക, ഇതാണ് എൻ്റെ ട്രെയിനർ തന്ന അസസ്മെൻറ്റ് 2 മാസം മുമ്പേ ഉള്ളത് ഇപ്പോൾ ഉള്ളത്, എന്നിട്ട് വർക്കൗട്ട് തന്നത് ഇതൊക്കെയാണ്, ഡയറ്റ് തന്നത് ഇതൊക്കെയാണ്, എന്നിട്ട് എനിക്ക് ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഇത് ട്രെയിനറിൻ്റെ ഇഷ്യൂ ആണോ എന്ന് നിങ്ങൾക്കൊരു എക്സ്പെർട്ടായിട്ടുള്ളൊരു പേഴ്സണൽ ട്രെയിനറായിട്ട് ചോദിക്കാം. ഇതിന് കൺസൾട്ടിങ് എന്നാണ്, ഫിറ്റ്നസ് കൺസൾട്ടിങ് എന്നാണ് പറയുന്നത്. ഒരുപാട് ഫിറ്റ്നസ് കൺസൾട്ടൻറ്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ കണ്ട് ചോദിക്കാം. അവരുടെ നിർദ്ദേശപ്രകാരം ഒരു വർക്കൗട്ടും ഡയറ്റും എടുത്ത് നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ ഒരിക്കലും ഒരു ഫ്രോഡായിട്ടുള്ളൊരു പേഴ്സണിൻ്റെ അടുത്ത് പോയി ഒരിക്കലും ചേരരുത്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക.